ഈ ഒരു ബുക്ക് എഴുതിയത് കൊണ്ട് ഞാൻ സാഹിത്യകാരനായി തീർന്നു എന്ന് ഞാൻ കരുതുന്നില്ല. പക്ഷെ ആരൊക്കെയോ അങ്ങനെ കരുതി തുടങ്ങിയിട്ടുണ്ട്. ശുശ്രൂഷിച്ച് വെള്ളം കോരി അതിന്റെ ചുവട്ടിലിരുന്നിട്ട് അതിനെ പരിപാലിച്ച മലയപ്പുലയനും പുലയ്ക്കും അത് കിട്ടാത്ത അവസ്ഥ വന്നപ്പോ കുട്ടികൾ എല്ലാ ദിവസവും വാഴയുടെ ചുവട്ടിൽ പോയി അങ്ങനെ ഇരിക്കും. ഈ വാഴയുടെ കൊല കണ്ട്, അതിന്റെ വണ്ണം കണ്ട്, അതിന്റെ വലിപ്പം കണ്ട്, അതിന്റെ തുടുപ്പ് കണ്ടിട്ട് പറയും ഇതിന്റെ മൂത്ത പടല ചേട്ടന്, ഇതിന്റെ ഇളയ പടല ഇരിക്കി, ഇതിന്റെ മറ്റേ പടല അച്ഛന് കൊടുക്കണമെന്നൊക്കെ പറഞ്ഞപ്പോഴാണ് അവസാനം ജന്മി പറയുന്നത്, പുലയാ നാളെ വരുമ്പോൾ നീ ആ വാഴയുടെ കുല വെട്ടിക്കൊണ്ടു പോരും. കുല വെട്ടാൻ വരുമ്പോ കുട്ടികളെല്ലാം വാഴയ്ക്ക് ചുറ്റുമിരുന്ന് കരയുകയാണ്. വാഴയ്ക്ക് ചുറ്റുമിരുന്ന് കരയുകയാണ്. അപ്പോ മലയപ്പുലയം പറയുന്ന ഒരു വരിയുണ്ട്, കരയാതെ മക്കളെ തമ്പുരാൻ കൽപ്പിച്ചു ഒരു വാഴ വേറെ നമുക്ക് വയ്ക്കാം. മറുവാക്കില്ല. കരയാതെ മക്കളെ തമ്പുരാൻ കൽപ്പിച്ചു ഒരു വാഴ വേറെ നമുക്ക് വയ്ക്കാം. മക്കളെ കരയണ്ട, നമുക്ക് വേറൊരു വാഴ വയ്ക്കാം. ഇതാണ് ജീവൻ സാഹിത്യം. ജനജീവിതത്തിന്റെ ഇടയിൽ നിന്ന് വിഷയത്തെ സ്വീകരിച്ചുകൊണ്ട് ജീവിതത്തിന്റെ സാഹിത്യം കലകളിലൂടെ ആവിഷ്കരിക്കുവാൻ കഴിയുന്നവനാണ് യഥാർത്ഥ സാഹിത്യകാരൻ. അത്തരം സാഹിത്യകാരന് മുല്ലപ്പെരിയാർ പ്രശ്നത്തെ കുറിച്ച് ചിന്തിക്കാതിരിക്കുവാൻ കഴിയില്ല. നമ്മളെ മാരായിക്കുളം വിജയനേട്ടൻ എഴുതിയ കവിത ഞാൻ കേട്ടു. വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയതാണെന്ന് അദ്ദേഹം പറഞ്ഞു. അദ്ദേഹത്തിന്റെ കയ്യിൽ അതിന്റെ കോപ്പിയുണ്ട്. നമ്മളതിന് വേണ്ട പോലെ ഇതുവരെ ആ കവിതയെ കുറിച്ച് സീരിയസ് ആയിട്ട് ചർച്ചകൾ നടന്നിട്ടില്ല. പക്ഷെ ഇന്നിവിടെ അവതരിച്ചപ്പോൾ അതിനൊരു വലിയ പ്രസക്തി ഉണ്ടെന്ന് നമുക്ക് തന്നെ തോന്നുന്ന ഒരു തലമുണ്ട്. കവിത പിടിച്ചിട്ടല്ല നമ്മളത് പറയുന്നത്. മനസ്സിൽ ചില വിഷയങ്ങൾ നമ്മളുടെ നേരെ അടുത്ത് വരുമ്പോൾ മാത്രമാണ് നമ്മൾ ആ ഭൂതത്തെ തിരിച്ചറിയുന്നത്. നമ്മളുടെ മുമ്പിലിരിക്കുന്ന കൂടത്തിൽ അടക്കി വെച്ചിരിക്കുകയാണ് ഈ ഭൂതം. 1986 ഒക്ടോബർ 29 ഈ ഭൂതത്തെ നമ്മൾ കൂടത്തിൽ നിന്ന് കെട്ടി തമിഴ്നാട്ടിൽ കൊടുത്തു. അന്നാണ് മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ കരാറുണ്ടായത്. മുല്ല എന്ന പെരിയാർ എന്ന 2 നദികളെ ബന്ധിപ്പിച്ചുകൊണ്ട് ഒരു അണക്കെട്ട് നിർമ്മിക്കുക എന്ന ഒരു നിർദ്ദേശം ബ്രിട്ടീഷ് പേർഷ്യയിലെ മദ്രാസ് ഗവൺമെന്റ് ആവശ്യപ്പെട്ടപ്പോൾ തിരുവിതാംകൂറിലെ ദിവാനത്തിന് അനുവാദം നൽകുകയും അതിന് ചില ഉടമ്പടികൾ ഉണ്ടാക്കി അതിന്റെ അടിസ്ഥാനത്തിൽ തമിഴ്നാടിന് ഓരോ വർഷവും ആവശ്യത്തിന് വെള്ളം കൊടുക്കാമെന്ന് പറഞ്ഞ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. 115 വർഷമായിട്ട് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. 1-2 വർഷമല്ല. ഈ 115 വർഷമായിട്ട് വെള്ളം കൊടുത്തുകൊണ്ടിരിക്കുന്ന നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മളെ ബഹുമാന്യനായ പ്രതിപക്ഷ നേതാവ് പറഞ്ഞൊരു ഡയലോഗ് മാത്രം ഞാൻ ഇവിടെ സൂചിപ്പിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞതാണ്, നിങ്ങൾക്ക് ഞങ്ങൾ എത്ര വേണമെങ്കിലും വെള്ളം തരാം, ഞങ്ങൾക്ക് ഞങ്ങളുടെ ജീവൻ തരൂ എന്നാണ് പറയുന്നത്.